ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ലഡു ആണ് തയ്യാറാക്കുന്നത്. ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മലരം കൊണ്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും വളരെ ഈസി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ കൂട്ടത്തിൽ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സും കൂടെ അറിയിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനിവിടെ 5 കപ്പ് മലരാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അളക്കുന്നത് ആ ഒരു സെയിം കപ്പിൽ വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അളന്നെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു അളക്കുന്ന കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇതുപോലെ നിറയെ എടുത്ത് ഒരു 5 കപ്പ് മലരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയാണ് ആവശ്യം. അതിനായിട്ട് 5 കപ്പ് നമ്മുടെ മലരിന് 1.5 കപ്പ് ശർക്കരയാണ് ആവശ്യമുള്ളത്. അത് നമ്മൾ ഏത് കപ്പിലാണ് മലർ അളന്നത് അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ ശർക്കരയും കൂടെ വേണം അളന്നെടുക്കാൻ. അപ്പോൾ 1.5 കപ്പ് ശർക്കരയും കൂടെ ഇങ്ങനെ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഇതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ലൈറ്റായിട്ടൊന്ന് ചൂടായി ശർക്കര ഒന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുക്കി കിട്ടും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിലൊക്കെ തെറിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ വന്ന് പറഞ്ഞു അവനെ ഇളക്കണമെന്ന്. ആ സമയം കൊണ്ടാണ് സൈഡിലെല്ലാം ആയത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഒരു നൂൽ പരുവോ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി. ഇനി നമ്മുടെ ഫ്ലെയിം ലോയിലോട്ട് വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മലര് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിനി സ്പീഡപ്പ് ആയിരിക്കണം. പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ചോളുക, ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ. പെട്ടെന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. കൈമേ ജസ്റ്റ് ഒരു ഡ്രോപ്പ് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് ചൂടോടെ തന്നെ നമുക്ക് ഈ പരിപാടികളെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ബോൾ ഉരുട്ടി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾസ് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം എടുക്കുക. കൈ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു മിശ്രിതം എടുക്കുക. മിശ്രിതം നല്ല ചൂടായിരിക്കും. ചൂടോടെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നല്ല എളുപ്പത്തിൽ തന്നെ നമ്മൾ ബോൾസാക്കി ഉരുട്ടിയെടുത്തില്ലേ. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലഡു എല്ലാം ഇവിടെ റെഡിയാണ്. വെറും ശർക്കര ഉരുകി വരുന്ന ആ സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഡുവാണ്. തീർച്ചയായിട്ടും ഉത്സവപ്പറമ്പിൽ നിന്ന് ഈ ഒരു മലര് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കാണല്ലോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഡിയേഴ്സ്, ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.